3 സിനിമ 3 ദിവസം കൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് എല്ലാം ഒറ്റ വീഡിയോയിലും ഇടാമെന്ന് വിചാരിച്ച്. ആദ്യത്തെ പടം ഒരു തമിഴ് സിനിമ, ടൂറിസ്റ്റ് ഫാമിലി. സംവിധാനം ചെയ്തിരിക്കുന്നത് അഭിഷൻ ജീവിന്ദ്. ആദ്യത്തെ സംവിധാനമാണ്. ഇതൊരു കൊച്ചു ഫീൽ ഗുഡ് ഫാമിലി മൂവിയാണ്. എന്നാൽ ഈ സിനിമയെ സ്പെഷ്യലാക്കുന്ന 1-2 സാധനങ്ങളുണ്ട്. ഒന്നത്, ഈ സിനിമയ്ക്കകത്തൊരു കുരിപ്പുണ്ട്. അവൻ്റെ പേരെന്തരടേ? അവൻ്റെ പേര് കമലേഷ് ജഗൻ. ഈ കുരിപ്പ് വാ തുറന്നു കഴിഞ്ഞാൽ ഇപ്പം എന്താണ് ഇവിടെ പൊട്ടിക്കാൻ പോണേന്നുള്ളത് നമ്മൾ ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഈ ചെറുക്കൻ്റെ കൗണ്ടർ ഒരു ലോഡ് സാധനം തിയേറ്ററിൽ പൊട്ടിച്ചിരിക്കും. അയ്യോ സാറേ, എൻ്റെ പേര് ജോസഫ് കുരുവിള. ഞാൻ ഈ സീനുണ്ട് ചിരിക്കാത്ത ഒരുത്തനുണ്ടാവില്ല. അതുപോലെ ഒരുപാട് സാധനമുണ്ട്. ഓണം ആ ചെറുക്ക ഒരു സ്പെഷ്യലാണ് ഈ സിനിമയിൽ. പല സിനിമയിൽ ചൈൽഡ് ആർട്ടിസ്റ്റുകൾ വന്ന് വെറുപ്പിച്ചിട്ട് പോകുമ്പോഴേക്കും അവൻ ഭയങ്കരമായിട്ട് ഹൃദയത്തിലങ്ങ് ഇടം പിടിച്ചു കഴിഞ്ഞ ഒരു ക്യാരക്ടറാണ്. സിനിമ എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ ദാരിദ്ര്യമാണ്. അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാതെ ഒരു ഫാമിലി ഇല്ലീഗലായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു, തമിഴ്നാട്ടിലേക്ക് വരുന്നു. അവർക്ക് എങ്ങനെയും ജീവിക്കണം. അവിടെ ശശികുമാറുണ്ട്, ശശികുമാറിൻ്റെ ഭാര്യയായിട്ട് സിമ്രാനുണ്ട്, മൂത്ത മോനായിട്ട് നമ്മുടെ മിഥുൻ, ആവേശത്തിലുള്ള ചെറുക്കായി ബിബിമോൻ ഉണ്ട്, പിന്നെ ഏറ്റവും ഉള്ളത് ഈ കുരിപ്പ്. ഇവർ 4 പേരും കൂടി വരികയാണ്. അപ്പം ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറിന് ഓരോ ഡെപ്ത് ഉണ്ട്. ഇവരെന്താണ് ഏതാണെന്നുള്ളത് തുടക്കം കുറച്ച് സീൻ കാണുമ്പോൾ നമുക്ക് രജിസ്റ്റർ ആവും. അവർ ഇവിടെ വന്നിട്ട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാകുന്നു, സൊസൈറ്റിക്ക് എന്തൊക്കെ തരത്തിലുള്ള പുനർചിന്തകളുണ്ടാകുന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ ചെറിയൊരു സസ്പെൻസും ചെറിയ തമാശകളിലൂടെയും ചെറിയ ഇമോഷനിലൂടെയും കടന്നു പോകുന്ന ഒരു നല്ലൊരു ഫാമിലി ഫീൽ ഗുഡ് പടം. ഈ സിനിമ ഒരു മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് കാണണം എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ കാണണം. കണ്ടാൽ നിങ്ങൾക്ക് രസിക്കുന്ന ഒട്ടേറെ മൊമെൻറ്റ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. എസ്പെഷ്യലി ഈ സിനിമയിൽ നമ്മൾ സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് ട്വിസ്റ്റ് ചെയ്ത് ഇതിനെ കോമഡി ആക്കിക്കൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഒരു മൂഡിലിരിക്കുമ്പോൾ പെട്ടെന്ന് ആ മൂഡ് സ്വിങ് അവിടെ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ചേഞ്ച് ആവില്ല. പക്ഷേ ഈ സിനിമയിൽ അതങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് എന്താണോ സിനിമയുടെ ഇമോഷൻ അത് ആ സ്പോട്ടിൽ നമുക്ക് കിട്ടും. നമ്മൾ ഒരുപാട് സ്ഥലത്ത് കൈയടിക്കും. തിയേറ്റർ ഞാൻ മറ്റൊരു മൂട്ട തിയേറ്ററിലാണ് കണ്ടത്. ആരീസ് പ്ലക്സ് ഓഡി 2-ൽ ഏറ്റവും ബെസ്റ്റ് സ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ടിലോട്ടാണ് എടുത്ത് കണ്ടത്. പക്ഷേ തിയേറ്ററിലെ ആൾക്കാരൊക്കെ നല്ല വൈബായിരുന്നു. എല്ലാവരും കൈയടിച്ച് നല്ലൊരു ഓഡിയൻസിൻ്റെ കൂടെ എനിക്ക് കാണാൻ പറ്റിയോട് നല്ല രീതിയിൽ ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റി. ഈ സിനിമയിൽ വർണ്ണനും പോണനും എല്ലാം അന്യായ പെർഫോമൻസ് ആണ് കേട്ടോ. ഇതെല്ലാം തന്നെ എംബസ് ഭാസ്കറുണ്ട്, കിടുവായിരുന്നു. ഓരോ ക്യാരക്ടർ ഇപ്പോൾ ചെറിയ ചെറിയ റോളാണെങ്കിൽ പോലും അവർക്കെല്ലാം ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, അവർക്കൊരു ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിൽ വരുന്ന യോഗി ബാബു കുറേ സിനിമയിലൊക്കെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നൈസ് സാധനമായിരുന്നു. നല്ല റോളാണ്, അടിപൊളിയായിട്ട്. അഗ്ര ഭാഗത്തു നിന്ന് ഒരുപാട് കോമഡികൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേര് ഇത് ചിരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ രമേശ് തിലകുണ്ട്, നല്ല കുറച്ച് ദിവസത്തിന് ശേഷം നല്ലൊരു റോൾ കൊടുത്തിട്ടുണ്ട്. ഭഗവതി പെരുമാൾ, ബക്സ് നടുവിലെ കൊഞ്ചം പക്കത്ത് കാണാം, അതിലുണ്ടായിരുന്നു അതിൻ്റെ റൈറ്ററായിട്ടുള്ള അങ്ങേര് അടിപൊളിയായിരുന്നു. ഇളങ്കോ കുമാരവേലുണ്ട്, നല്ല ക്യാരക്ടറായിരുന്നു. ശ്രീജ രവിയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് എല്ലാവർക്കും ഓരോ എപ്പിസോഡ് പോലെ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്. അവരുടെ ആ ഒരു സാധനത്തിലുള്ള സൊല്യൂഷനും ഇതെങ്ങനെ ഈ നായകനിലൂടെ അല്ലെങ്കിൽ നായകൻ്റെ ഫാമിലിയിലൂടെ മാറ്റപ്പെടുന്നു. അതായത് ഒരു നല്ലൊരു മെസ്സേജ് ഉണ്ട് ഈ സംഭവം. ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച്, ഭാഷ ഭയങ്കര ഒരു ഫാക്ടറാണ് ഈ സിനിമയിൽ. ഇവരുടെ ശ്രീലങ്കൻ തമിഴ് കേൾക്കാൻ തന്നെ നല്ല രസമാണ്. അത് വെച്ചിട്ട് ഒരുപാട് കോമഡികൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഭാഷയുടെ അതിർവരമ്പുകൾക്കപ്പുറം മനുഷ്യന്മാരെ കണക്ട് ചെയ്യുന്ന ഇമോഷൻസ് ഉണ്ട്, മനുഷ്യത്വമുണ്ട്. അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യണത്, എന്താണ് ഒരു ക്യാരക്ടർ എന്ന് ഉള്ളതിനപ്പുറം നമ്മൾ അവരോട് എങ്ങനെ ഇടപഴകുന്നു എന്നതിനനുസരിച്ചിരിക്കും അവർക്ക് നമ്മളടുത്തുള്ളൊരു അപ്രോച്ച്, നമ്മളടുത്തുള്ള സ്നേഹവും. ഇങ്ങനെ കുറേ സാധനങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണ്ണ് നനയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചിലയിടത്തൊക്കെ കുറച്ച് ക്രിഞ്ചായിപ്പോയി, മെലോ ഡ്രാമ കൂത്തിക്കയറ്റി. എസ്പെഷ്യലി ഒരു പള്ളിയിൽ ഒരുത്തൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് പരിപാടിയുണ്ട് അവൻ്റെ ക്യാരക്ടറിൻ്റെ. പക്ഷേ അതെന്തോ ഇനി അവൻ്റെ പെർഫോമൻസ് കൊണ്ടാണോ എന്താണോ എനിക്കത് അത്ര വലിച്ചിലായിപ്പോയി, അത് ക്രിഞ്ചായിപ്പോയി. ഓവർ ആൾക്കാരൊക്കെ ഇരുന്ന് കരയുമ്പോൾ നമ്മൾ എന്തിനാണ് അവരൊക്കെ ഇരുന്ന് കരയണത് എന്നുള്ളൊരു ഇതായിപ്പോയി. ഓവർ നന്മ പരിപാടി കുറച്ച് ഓവർ ഡോസ് ആയിപ്പോയി ഇതുപോലെ തോന്നി ആ സീനിൽ. എസ്പെഷ്യലി ഈ ശശികുമാർ നന്മയോ എന്ന് പറയുമ്പോഴേക്കും കുറച്ച് ഓവർ ഡോസ് പരിപാടി എനിക്ക് അവിടെ തോന്നി. എന്നതൊഴിച്ചു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുള്ള ഒരു ഫാമിലി ഫീൽ ഗുഡ് പടമാണ്. ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, ഒരുപാട് മെസ്സേജസ് ഉണ്ട്, നല്ല ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് ഉണ്ട്, പെർഫോമൻസുകൾ കിണ്ണം കാച്ചിയ പെർഫോമൻസ് കാണാൻ സാധിക്കും. അതുപോലെ ടെക്നിക്കലി നന്നായിട്ട് ഇതിനെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് സീൻ റോൾഡഡ്, ലബ്ബർ പന്തിൻ്റെ ചെയ്തിരിക്കുന്നതാണ്. പടത്തിൻ്റെ മീറ്റർ എന്താണോ അതിനനുസരിച്ച് ചെയ്തു പോയിട്ടുണ്ട്. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അരവിന്ദ് വിശ്വനാഥൻ. ഇത്രയാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ പടം ഹിറ്റ് 3. ഹിറ്റിൻ്റെ ആദ്യത്തെ 2 പാർട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഒരു നിങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ടും ഒരു പ്രത്യേക കഥയായതുകൊണ്ടും പോയി കണ്ടതാണ്. നാനിയുടെ സിനിമ കൈകാര്യം ചെയ്യുന്നത് ഇവൻ ഒരു പോലീസ് ഓഫീസർ, ഹയർ ഉദ്യോഗസ്ഥൻ. ഇവൻ കുറച്ച് ക്രൈം ചെയ്യുന്നുണ്ട്. ഇവൻ എന്തിനാണ് ഈ ക്രൈം ചെയ്യുന്നത്,
അത് 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 അതിനുള്ള കാരണം എന്ത്, അവൻ്റെ ഫ്ലാഷ് ബാക്ക് എന്തായിരുന്നു എന്നുള്ളത് പിന്നെ ഒരു ചെറിയൊരു പ്രേമം ഇത്രയും കാണിക്കാൻ വേണ്ടി ഫസ്റ്റ് ഹാഫ് എൻ്റെ പൊന്നോട് വലിഞ്ഞ് ചത്ത് കുറേ എവിടെ മറ്റേ എവിടെയൊക്കെയാണ് പോകണം, ശ്രീനഗർ അവിടെ എവിടെയെന്ന് പറഞ്ഞിട്ട് ഇടയിൽ നമുക്ക് മനസ്സിലായി സംഭവം, എന്നാലും നീട്ടിയും കൊണ്ടുപോവുക. നല്ല ലാഗടിച്ച് ഫസ്റ്റ് ഹാഫ്. അല്ലെങ്കിൽ പ്രേമം എന്നുള്ള ആ ക്യാരക്ടർ, ശ്രീനിധി ഷെട്ടിയുടെ ക്യാരക്ടറിൻ്റെ ആവശ്യം പോലും ഇല്ല ഈ സിനിമയ്ക്ക്, അതുമായിട്ട് ഒരു റെലവൻസും ഇല്ല. പിന്നെ ഒരു പ്രേമം വേണമല്ലോ സൈഡിൽ കൂടി, ഞാൻ വെച്ച് കുറേ പാട്ട് കുടിക്കാറ്റുള്ളൂ എന്നത് അങ്ങനെയൊന്നും ഉണ്ടായില്ല. എന്തായാലും ശ്രീനിധി ഷെട്ടിയുടെ ക്യാരക്ടർ ഭയങ്കര ഒരു ആവശ്യമില്ലാത്ത ക്യാരക്ടറായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയി. സെക്കൻഡ് ഹാഫ് പോയിട്ട് പടത്തിൽ ഇനി ഇവൻ എന്തിനാണിത് ചെയ്യുന്നത്, അവൻ്റെ ലക്ഷ്യം എന്താ, അവൻ്റെ ലക്ഷ്യത്തിലേക്ക് അവൻ കടക്കുന്ന സമയത്ത് സിനിമ എൻഗേജിങ് ആവുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് വയലൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ട വയലൻസ്, അതായത് വയലൻസ് കാണിക്കണമേ അതിനുവേണ്ടി ഒരു സിനിമ എടുക്കണമേ എന്നുള്ള സെറ്റപ്പ് അല്ല. ഈ സിനിമയ്ക്ക് വയലൻസ് ആവശ്യമാണ്. വയലൻസ് ഇല്ലാതെ ഇതിൻ്റെ പ്ലോട്ട് അങ്ങനെയാണ്, വയലൻസ് ഇല്ലാതെ നടക്കൂല. നല്ല രീതിയിൽ തന്നെ കാണാം. നല്ല രീതിയിൽ ബ്ലഡ് വാഷ് ഉണ്ട്, ബ്ലഡ് ബാത്തുണ്ട്, അടിച്ച് പൊട്ടിക്കുന്നത്, കീറി വിടുന്നത്. നാനിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ്, ഫൈറ്റ്, സ്വാഗ്, ഇതൊക്കെ തിയേറ്ററിൽ നാനി ഇഷ്ടമുള്ളവർക്ക് ആഘോഷിക്കാനുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനം പരിപാടിയൊക്കെ ഗംഭീരമായിരുന്നു, ഈ വയലൻസ് പരിപാടിയൊക്കെ നന്നായിരുന്നു. അപ്പോൾ പടം കണ്ടു തീർന്നപ്പം കൊള്ളാം, ഓക്കെ, നല്ലൊരു വയലൻറ്റ് പടം, ഒരു ആക്ഷൻ പടം ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഹാഫ് നല്ലതായിട്ട് വലിഞ്ഞു. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനത്തെ സിനിമകൾ വരുമ്പം വില്ലന്മാരെ ഒഴിച്ച് കൊല്ലണമെന്ന് തോന്നും, അതുണ്ട്. പക്ഷേ വില്ലനെ കാണുമ്പോൾ അയ്യോ ഒരു പാവ, അയ്യോ എൻ്റെ പൊന്നെ മക്കളെ എന്ന് പറയണ ഒരു വില്ലൻ നമ്മളെ വിശാഖ നായരെ പോലെ ഇരിക്കും. വിശാഖ നായരുടെ വേറെ വർഷം, പക്ഷേ വിശാഖ നായർ ടെററാണ് നോട്ടത്തിലും. ഇവൻ അതില്ല കേട്ടോ, ഇവൻ എന്താ ഒരു ഫസ്റ്റ് അവൻ്റെ ഇതിൽ അവൻ ലോയലാണ് എന്നുള്ളതുകൊണ്ടായിരിക്കും, അല്ലാതെ അവൻ്റെ ഒരു ഭീകരനാണ്, വൃത്തികെട്ടവനാണ് എന്നുള്ള രീതിയിൽ എനിക്ക് അത്രയ്ക്കും തോന്നിയില്ല. അവിടെ വില്ലൻ ഭയങ്കര വീക്കായിപ്പോയി. അപ്പോൾ ഇവ എന്തായാലും നാനിയെ യവന്മാർ ഒരു ബ്ലോക്ക് ചെയ്യും, ആ ഒരു ടെൻഷൻ സാധനം സീറ്റൊന്നും എനിക്ക് വന്നില്ല. പിന്നെ ഇതിൽ കുറച്ച് ക്യാമിയോസ് വരുന്നുണ്ട്. എനിക്ക് മറ്റേ പടം കണ്ടില്ലെങ്കിലും ആ പടത്തിലുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളത് എനിക്ക് പടം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതങ്ങനത്തെ റെഫറൻസാണ്. വേറൊരു ക്യാമിയോ ഉണ്ട് അടുത്ത സിനിമയിൽ, ഈ സീരീസിൻ്റെ നായകൻ ആരായിരിക്കുമെന്ന് കാണിക്കുന്ന ക്യാമിയോ. അത് നിങ്ങൾ ഗൂഗിളിൽ ഒക്കെ ഇതിൻ്റെ കാസ്റ്റിംഗ് ഉണ്ട്, ഒന്നും നോക്കരുത് ഈ പടം കാണണമെങ്കിൽ. അല്ലാതെ ഇയാളെ നമ്മൾ പ്രതീക്ഷിക്കില്ല. ഇയാളെ കാണിക്കുമ്പം ഉള്ള പൊളി അണ്ണേ എന്നുള്ളൊരു സെറ്റപ്പ് നമുക്ക് വരും. അത് കിടുവായിരുന്നു ആ ടൈലൻ്റ് സംഭവങ്ങൾ. ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാഫ് അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് നല്ല രീതിയിൽ വയലൻസും പാക്കഡുമായിട്ട് പോയിട്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു തരക്കേടില്ലാത്ത ഒരു വയലൻസ് പടം. ഈ പറഞ്ഞ ഫസ്റ്റ് ഹാഫിലെ കുറേ എഴച്ചിൽ എനിക്ക് ഫീൽ ചെയ്തു. ചിലപ്പോൾ എനിക്ക് മാത്രം ഫീൽ ചെയ്തായിരിക്കാം, എനിക്ക് അങ്ങോട്ട് സംഭവം മനസ്സിലായി ഇതെന്താണെന്നുള്ളത്. പിന്നെ ഇതങ്ങോട്ട് ഇതായില്ല, നീ അടുത്തതിലോട്ട് പോയാൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു ഫീല് ഫസ്റ്റ് ഹാഫിൽ തോന്നിയിട്ടുണ്ട്. കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സമുദ്രകാനി ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട്. അച്ഛൻ്റെ കുറേ കൗണ്ടർ പരിപാടിയൊക്കെ നൈസായിരുന്നു. ഞാൻ കണ്ടത് തമിഴ് വെർഷനായിരുന്നു കേട്ടോ, നല്ല നീറ്റ് ഡബ്ബിങ് ആയിരുന്നു തമിഴിൽ. വേറെ വിഷയങ്ങളൊന്നും പറയാനില്ല, കറക്റ്റ് തമിഴ് സിനിമ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിപ്പും അവിടെ ആയിട്ട് ചെറിയ പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ടെക്നിക്കൽ സൈഡ് പറയാനാണെങ്കിൽ മിക്കി ജെ മേയറിൻ്റെ മ്യൂസിക് നന്നായിട്ടുണ്ടായിരുന്നു. സംവിധാനം ചെയ്തിരിക്കുന്നത് ഡോക്ടർ ശൈലേഷ് കോലനു, സിനിമാറ്റോഗ്രഫി സാനു ജോൺ വർഗീസ്, അതൊക്കെ തന്നെ. മൂന്നാമത്തെ സിനിമ ഡേവിഡ് എഫ് സാൻബർഗ് സംവിധാനം ചെയ്തിരിക്കുന്ന അണ്ടിൽ ഡോൺ. ഇയാളുടെ മുമ്പത്തെ സിനിമകളാണ് മറ്റേ അനബെല്ലെ ക്രിയേഷനും ലൈറ്റ് ഔട്ടിൻ്റെ അവസാനമൊക്കെ കുറച്ച് സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ മൊത്തത്തിൽ തുടക്കം നല്ല എഴിഞ്ഞ പോലെ തോന്നി. പക്ഷേ അനബെല്ലെ ക്രിയേഷൻ സെറ്റായിരുന്നു, ഞാൻ നന്നായി പേടിച്ചൊരു സിനിമയായിരുന്നു. അപ്പോൾ അയാളുടെ അടുത്ത സിനിമ, ഇത് ഞാൻ കാണണമെന്ന് വിചാരിച്ച് കണ്ട സിനിമയല്ല, എനിക്ക് മറ്റേ PVR പാസ്പോർട്ടിൽ കുറച്ച് സിനിമകൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആരെങ്കിലും കാണണമെന്ന് വിചാരിച്ചപ്പോൾ 4DX ഈ പടം കിടക്കുന്നുണ്ട്. 4DX ഹൊറർ പടം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പോയ സിനിമയാണ്. സിന്നേഴ്സും 4DX തന്നെയാണ് കണ്ടത്. ഈ പടം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സാധനം ഞാൻ മുമ്പ് കണ്ടില്ല. മേ ബി ഇതുപോലത്തെ സിനിമകൾ വേറെ ഉണ്ടായിരിക്കാം. ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് പടങ്ങളും ഹൊറർ പടങ്ങളൊന്നും അങ്ങനെ ഇരുന്ന് കാണുന്ന ആളല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇതിലിടെ ഒരു ഹൊററുണ്ട്, ഒരു ടൈം ലൂപ്പും ഉണ്ട്. അങ്ങനെ ഈ സാധനം വരെ സാധാരണ നമ്മളൊരു ഒരു ഹൊറർ സിനിമ കാണുന്ന ടെംപ്ലേറ്റ് അല്ല ഇതിൽ. അത് കുറേ നേരം എവിടെയെങ്കിലും എടുത്ത് പെട്ടിട്ട് എഴഞ്ഞ് കുറേ സംസാരം അത് ഇതും ഇടയ്ക്കിടയ്ക്ക് പ്രേതം വന്നിട്ട് മറ്റേ വാതിലടച്ച് പേടിപ്പിക്കുന്നു, ലാസ്റ്റ് എങ്ങാണ്ട് പ്രേതം വരും. ഈ ഒരു സാധനം അല്ലേ ഉള്ളൂ. ഇതിൽ അങ്ങനത്തെ ടെംപ്ലേറ്റ് ഇല്ല. ഇത് പടത്തിലോട്ട് കയറി ഇടയ്ക്കിടയ്ക്ക് പ്രേതങ്ങളുടെ പ്രസൻസ് ഉണ്ട്. ഈ മനുഷ്യന്മാരുള്ള പോലെ തന്നെ പ്രേതങ്ങളും അവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഒരു സഹോദരിയെ കാണാനില്ല, അവൾ അന്വേഷിച്ച് ഒരു സ്ഥലത്ത് വരുന്നു, ഒരു വീട്ടിലേക്ക് പെട്ടുപോകുന്നു. ആ പെട്ടുപോയിട്ട് ലൂപ്പ് നടക്കുകയാണ്, ടൈം ലൂപ്പ് നടക്കുകയാണ്. അപ്പോൾ ഓരോ ടൈം ലൂപ്പും ഇവർ സർവൈവ് ചെയ്യണമെന്നുള്ളതാണ്. അതിൽ തന്നെ ഓരോ ടൈം ലൂപ്പും ഓരോ എപ്പിസോഡ് പോലെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു എപ്പിസോഡിൽ വീട് വരികയാണെങ്കിൽ അടുത്തിൽ വാട്ടർ ടാങ്ക് വരും, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇതിൽ ഇവർ
സർവൈവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. നല്ല കൊട്ട വയലൻസ് ഉണ്ട്, ഓടിച്ച് മണ്ട വളക്കണുണ്ട്. മറ്റേ ടോം ആൻഡ് ജെറിക്ക് വണ്ടിയൊക്കെ പോകുമ്പം സ്റ്റിക്കറായിട്ട് തറ കിടക്കില്ല, അതുപോലെ തലയൊക്കെ ഇടിച്ച് ചമ്മന്തിയാക്കി സ്റ്റിക്കറാക്കി വെച്ചിരിക്കുന്ന പരിപാടികൾ. അങ്ങനെ കൊട്ട വയലൻസ് ഈ പടത്തിനകത്തുണ്ട്. അതും ഇതിൻ്റെ ആർട്ട് ഒരു രക്ഷയില്ലാത്ത ആർട്ടുണ്ട്. ഓരോ സാധനം പുതിയ സാധനങ്ങൾ അവർ കണ്ടുപിടിച്ച് തോട്ടില്ലേ, വെറൈറ്റി തോട്ടുകൾ കുറേ സാധനം. ഒരു ബൾബിൻ്റെ പുറത്ത് ഒരു പാവത്തല, നമ്മളിവിടെയുള്ള പാവത്തലയുടെ കണ്ണ് മാത്രം, കണ്ണിൽ കൂടി ലൈറ്റ് പറഞ്ഞ രീതിയിലൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെറൈറ്റി പുതുമയുള്ള സാധനം. ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ആർട്ട് സാധനം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓരോ സമയം ഓരോ എപ്പിസോഡും ഓരോ സാധനങ്ങളാണ്, ഓരോ സ്ഥലത്തോട്ടാണ് അവർ പോണത്. വീട് അത് തന്നെ ആയിരിക്കും, പക്ഷേ ചുറ്റുപാട് മൊത്തം മാറും. അവിടെ അത് കൊടുത്തിരുന്ന ആർട്ട്, അതുപോലെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, സൗണ്ട് മിക്സിങ്. അപ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻസിങ്, ദൂരെ അങ്ങനത്തെ ഏതോ ഒരു മുറിയിൽ നിന്ന് ഒരു സാമാന്യ സൗണ്ട് നമ്മൾ കേൾക്കുമ്പം ഒക്കെ അതിൻ്റെ പേടി വരും. ജംസ്കെയർ സാധനങ്ങളുണ്ട്. തുടക്കമൊക്കെ ഭയങ്കര രസമായിരുന്നു. ഈ ഒരു സ്ഥലത്തോട്ട് ഇറങ്ങി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണതും മഴയും പരിപാടിയും. ഇതിനകത്ത് കയറി നല്ല പേടിച്ച് തുടക്കമൊക്കെ. പ്രേതം വരുന്നത്, പ്രേതമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റി പ്രേതങ്ങളൊക്കെയാണ്. ഈ മേക്കപ്പ് അതുപോലെ സെറ്റായിരുന്നു. ഇത് പിന്നെ നമുക്ക് പ്രേതമാണോ മനുഷ്യരാണെന്നുള്ള കൺഫ്യൂഷൻ തുടക്കത്തിൽ നിലനിർത്തി ഇതിങ്ങനെ പോയി 1-2 തവണ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പ്രേതത്തിൻ്റെ അടുത്തുള്ള പേടി ഒന്ന് കുറഞ്ഞിടേ. അതാണ് വിഷയം എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം എന്തായാലും വീണ്ടും തിരിച്ചു വരും, വീണ്ടും ഇതൊക്കെ തന്നെ. പിന്നെ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ എങ്ങനെ ഇത് ഊരിപ്പോരും, ഇവർ ചാവുമോ രക്ഷപ്പെടുമോ, എത്ര പേര് രക്ഷപ്പെടും, ഇങ്ങനത്തെ സാധനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റിയോട് ബാക്കിയുണ്ട്. പിന്നെ ഈ തുടക്കത്തിൽ ഒരു പേടി കഴിഞ്ഞാൽ പിന്നെ പേടി എന്നുള്ള സാധനമില്ല ഇതിനകത്ത്. പിന്നെ കുറേ കോമഡി ഉണ്ട്. കോമഡി അവരും അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്, പ്രേതത്തിന് ഇടിക്കുക ചവിട്ടുക എന്നുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടി. അങ്ങനെ പോയിട്ട് ഇവർ രക്ഷപ്പെടില്ലേ എന്നുള്ള സംഗതികളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറേ സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഈ വെള്ളം കുടിച്ചിട്ട് വാട്ടർ ബോംബായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ എടുത്തിട്ട് ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സിനിമയായിരുന്നു അണ്ടിൽ ഡോൺ. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലത്തെ സിനിമകളൊക്കെ വേറെ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇത് ക്ലീഷേ സാധനമായിരിക്കും. ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. പിന്നെ ഒരു വിഷയം എന്ന് പറയണത്, ഇതിന് ഇവരുടെ അടുത്ത് ഇവർ രക്ഷപ്പെടണമെന്ന് നമുക്ക് തോന്നൂലേ. ഇവരിലെ ആര് ചത്താനും എന്നുള്ള സെറ്റപ്പാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഇവരുടെ അടുത്ത് തോന്നുന്നില്ല. ഇവർ വേറെ ഒന്നും തെറ്റൊന്നും ചെയ്തിട്ടുണ്ടോ എന്നുള്ള അല്ല. എന്നിരുന്നാലും ഇവരെന്തായാലും ഇങ്ങനെ ടൈം ലൂപ്പിൽ വീണ്ടും വരികയല്ലേ. പിന്നെ നമുക്ക് എന്തൊരു ആര് ചത്തായതൊരു കൊന്നായതിരുന്നുള്ള സെറ്റപ്പ്. പിന്നെ ഇതിൽ പ്രാതമാണ്, മനുഷ്യൻ ക്രീച്ചറായതാണ്, ഇതിൻ്റെ എന്താണ് സംഭവം എന്നുള്ളതിന് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല. ക്രീച്ചറായിട്ട് വന്നിന്ന് ചെയ്യണതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൂപ്പ് നടക്കുന്ന സമയത്ത് അവന്മാരൊക്കെ എവിടെ പോകും എന്നുള്ള വിഷയങ്ങളൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ചിലപ്പോൾ മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. അങ്ങനത്തെ കുറച്ച് വിഷയങ്ങൾ, ലോജിക്ക് പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നിയത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് 4DX കണ്ടപ്പം എനിക്ക് കിട്ടിയ സിനിമയായിരുന്നു അണ്ടിൽ ഡോൺ. അപ്പോൾ ഇതിൻ്റെ സംഭവം മനസ്സിലായില്ല. ടൈം ലൂപ്പ് പ്ലസ് ഹൊറർ പ്ലസ് സർവൈവൽ, ഈ സാധനമാണ്. ഈ ഒരു ജോണറൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ 3 പടത്തിൻ്റെയും ഒപ്പീനിയൻ. ഇനി ഏതെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.